നമസ്കാരം. അർത്തമീസ് എന്ന് പറയുന്ന സ്പേസ് പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. അത് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള സ്പേസ് റേസ് എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ ഭൂമി എന്ന് പറയുന്ന ഈ ഗ്രഹം അത് നശിച്ചു പോയി കഴിഞ്ഞാൽ ഇതിന് പകരം മനുഷ്യന് വസിക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു ഗ്രഹം കണ്ടെത്തുക. ആ മേഖലയിൽ ഇപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം, മാഴ്സ് എന്ന് പറയുന്ന ഗ്രഹത്തിലേക്ക് അമേരിക്ക അവരുടെ റോവറുകളെ അയച്ചിട്ടുണ്ട്. അവിടെ ഇൻജെന്യൂറ്റി എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ ചൊവ്വയിലൂടെ പറക്കുന്നുണ്ട്. അങ്ങനെ പല നിലകളിൽ അമേരിക്ക പല പ്രോഗ്രാമുകളും ചൊവ്വയുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒട്ടും പുറകിലല്ലാതെ നിൽക്കുന്നതായിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്ന രാജ്യം. അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ അവിടെ റോവർ ഇറക്കിയതായിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അമേരിക്ക എന്ത് ചെയ്യുന്നോ അത് അതേപോലെ ചെയ്യുവാനോ ചിലപ്പോൾ അതിനേക്കാൾ മെച്ചമായ നിലയിൽ ചെയ്യുവാനോ ഒക്കെ ചൈന എന്ത് ചെയ്യും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അർത്തമീസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം അർത്തമീസ് 2 അത് ഉടനെ തന്നെ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിലൂടെ മനുഷ്യനെയും കൊണ്ട് പോകുന്നതായിരിക്കുന്ന പേടകം, ഈ ഡ്രാഗൺ ക്രൂ എന്ന് പറയുന്ന പേടകം, അത് ചന്ദ്രനെ വലയം ചെയ്ത് തിരിച്ചു പോരുന്നതായിരിക്കുന്ന ഒരു മിഷനാണിത്. അതിനുശേഷം മനുഷ്യനെ അവിടെ ഇറക്കുന്നതായിരിക്കുന്ന അർത്തമീസ് പ്രോഗ്രാം, അത് സ്പേസ് പ്രോഗ്രാം കൂടി വരുന്നു. 1969 മനുഷ്യനെ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറക്കിയതായ അമേരിക്കൻ പ്രസിഡന്റായ ജോൺ എഫ് കെനഡിയുടെ സ്വപ്നം അതെന്ത് ചെയ്തു, സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ്. അമേരിക്ക 1969 നീൽ ആംസ്ട്രോങ് ആദ്യമായിട്ട് മനുഷ്യനെ പ്രതിനിധീകരിച്ച് ഈ ചന്ദ്രനിൽ പോയി കാലുകുത്തി എന്നുള്ളത്. അത് അവിടെ തുടങ്ങുന്നതായിരിക്കുന്ന ഈ ചാന്ദ്ര ദൗത്യങ്ങൾ അത് 1972 വരെ നീണ്ടു എന്നുള്ളതാണ്. 1972 അവസാനത്തെ മൂൺ മിഷൻ, അതായത് അപ്പോളോ 17 എന്ന് പറയുന്ന മിഷൻ. അപ്പോളോ 17 ആയിരുന്നു അവസാനത്തെ മിഷൻ. അപ്പോളോ 11 ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി, നീൽ ആംസ്ട്രോങ് കാലുകുത്തി. അപ്പോളോ 17 അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അത് അവസാനിപ്പിച്ചപ്പോൾ യൂജിൻ സെർണൻ എന്ന് പറയുന്നതായിരിക്കുന്ന മനുഷ്യനായിരുന്നു അവസാനമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയതായിരിക്കുന്ന മനുഷ്യൻ. പിന്നീട് ആരും ചന്ദ്രന്റെ പ്രതലത്തിൽ ഇറങ്ങിയിട്ടില്ല. അർത്തമീസ് പ്രോഗ്രാമിലൂടെ വീണ്ടും ചന്ദ്രനിലേക്ക് മനുഷ്യന്റെ കാൽപാദം പതിയാനായിട്ട് പോവുകയാണ്. അങ്ങനെ പതിയാൻ വേണ്ടി പോകുമ്പോൾ അമേരിക്കയ്ക്ക് ചന്ദ്രനിലുള്ളതായിരിക്കുന്ന അധീശത്വം അത് നിലനിർത്തുക. ചൈന സ്പേസ് ടെക്നോളജിയിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നതായിരിക്കുന്ന രാജ്യമാണ്. സ്വന്തമായിട്ട് അവർക്ക് സ്പേസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ട് അവർ സഹകരിക്കുന്നവരാണ്. അപ്പോൾ എന്തും സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിരിക്കുന്ന ഒരു മേൽക്കൈ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന രാജ്യമാണ്. അവരവരുടെ ടെക്നോളജിയിൽ, ഈവൻ അവരുടെ രാജ്യത്തെ കമ്പ്യൂട്ടറിൽ പോലും ഉപയോഗിക്കുന്നതായ ഭാഷ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയെ, അവർക്ക് അവരുടേതായിരിക്കുന്ന സെർച്ച് എൻജിൻസ് ഉണ്ട്. അങ്ങനെ പല നിലകളിലും യുണീക്കായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നതായ ഒരു രാജ്യമാണ് ചൈനയെങ്കിൽ ഈ സ്പേസ് റേസിലും ചൈനയ്ക്ക് കൃത്യമായിരിക്കുന്ന ലക്ഷ്യമുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അവരുടെ ചില സാറ്റലൈറ്റുകൾ, ആ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല സാറ്റലൈറ്റുകളെ നശിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഭൂമിയിലെ തന്നെ പല മേഖലകളെ, ചില ഏരിയകളെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് ആക്രമിക്കാനായിട്ട് സാധിക്കും എന്നുള്ള നിലയിലുള്ള വിശദീകരണങ്ങളൊക്കെ ഇതിനോടകം തന്നെ, അല്ലെങ്കിൽ ആ നിലയിലുള്ള ടെക്നോളജി അവർ വികസിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ കണ്ടുപിടിക്കുന്നതായിരിക്കുന്ന മിസൈലുകൾ, ആ മിസൈലുകൾ പലതും ഈ സ്പേസിൽ നിന്ന് തന്നെ ലോഞ്ച് ചെയ്യാൻ തക്കവണ്ണമുള്ള ആ സാധ്യതകളിലേക്ക് അവരതിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള റോക്കറ്റുകളിലെ ഈ ന്യൂക്ലിയർ വെപ്പൺസ് വരെ ഘടിപ്പിക്കാനായിട്ട് ശേഷിയുള്ള തരത്തിലാണ് അവർ അതിനെ വികസിപ്പിക്കുക എന്ന നിലയിലുള്ള നിരീക്ഷണങ്ങളും ചൈനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എക്സ്പേർട്ടുകൾ അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. അമേരിക്ക നിർത്തിയതുപോലെ മൂൺ മിഷനുകൾ നിർത്താനായിട്ട് ചൈന തയ്യാറല്ല. ചാന്ദ്ര ദൗത്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അവർ മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അവർ പോയപ്പോൾ തന്നെ അവർ ഇറങ്ങിയതായിരിക്കുന്ന സ്ഥലം സൗത്ത് പോളാണെന്നുള്ളതാണ്. അപ്പോൾ സൗത്ത് പോളിൽ അവർ അധീശത്വം പുലർത്തി കഴിഞ്ഞാൽ, ആ മേഖല അവരുടേതാണെന്ന് ഒരു കാലഘട്ടത്തിൽ അവർ അവകാശപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ അഥവാ ചെയ്താൽ തന്നെ അതൊരു വലിയ യുദ്ധത്തിലേക്കും, ഒരു ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ പോകേണ്ടതായിട്ട് വരും. കാരണം ചൈനയും അമേരിക്കയും പോലുള്ള 2 രാജ്യങ്ങൾ ഏറ്റുമുട്ടിയാൽ അതുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല എന്ന് കാണാൻ കഴിയും. മാത്രമല്ല ചൈന റഷ്യയുമായിട്ട് ചേർന്നിട്ട് മൂണിൽ അവർ ചില സ്റ്റേഷനുകളൊക്കെ സ്ഥാപിക്കാനായിട്ട് പോവുകയാണ്, സഹകരിച്ചുള്ള പ്രവർത്തനം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ നിലയിൽ റഷ്യയും ചൈനയും തമ്മിൽ കൈകോർക്കുന്നു. പ്രത്യേകിച്ച് ഈ സ്പേസ് റേസിലെ ചൈനയെ സഹായിച്ചുകൊണ്ട് റഷ്യ അവിടെ രംഗപ്രവേശനം ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ലോകരാജ്യങ്ങൾ എല്ലാവരും തന്നെ ഈ സ്പേസിലേക്ക്, പ്രത്യേകിച്ച് മൂണിലേക്ക് ലക്ഷ്യം വെക്കുകയാണ്. എലോൺ മസ്ക് മാഴ്സിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ഇപ്പോൾ എലോൺ മസ്കിൻ്റെ ശ്രദ്ധ ചന്ദ്രനിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത്ര ശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പല സ്പേസ് മിഷനുകൾക്കും ഇടത്താവളമായിട്ട് ചന്ദ്രനെ മാറ്റാമെന്നുള്ളതാണ്. ചന്ദ്രനിൽ ചെന്നിട്ട് അവിടെ നിന്ന് റീഫ്യൂവൽ ചെയ്തിട്ട് അവിടെ നിന്ന് പോകത്തക്ക വണ്ണമുള്ള നിലയിലുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടെയുള്ള മൂലകങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയ പ്രയോജനം ചെയ്യും. അതുകൊണ്ട് ആ നിലയിലുള്ള ലക്ഷ്യങ്ങളുമായി രാജ്യങ്ങൾ മുന്നേറുകയാണ്. ഈ മേഖലയിൽ ജപ്പാനുണ്ട്, ഇന്ത്യയുണ്ട്,
അതുപോലെ തന്നെ അമേരിക്കയും ചൈനയും റഷ്യയും തുടങ്ങിയതായിരിക്കും മറ്റ് രാജ്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ കണ്ടുവച്ചിരിക്കുകയാണ്. ഏത് രാജ്യമാണോ ചന്ദ്രനിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് ആ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലായിരുന്നുവെങ്കിൽ ഇന്ന് അത് ചൈനയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലാണെന്നുള്ളതാണ്. കോൾഡ് വാറിൻ്റെ സമയത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു സ്പേസ് റേസ് നടന്നുകൊണ്ടിരുന്നത്. 1959 ആദ്യമായിട്ട് സോവിയറ്റ് യൂണിയൻ അവരുടെ ലൂണ 1 എന്ന് പറയുന്ന ഒരു മിഷൻ, ഒരു ഒബ്ജക്റ്റിനെ അവിടെ കൊണ്ടുപോയിട്ട് ഇടിച്ചിറക്കാനായിട്ട്, ചന്ദ്രനിൽ കൊണ്ടുപോയി ഇടിച്ചിറക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അത് പരാജയപ്പെട്ടു പോയി. അതവിടെ ചെന്നു എന്നുള്ളത് ആ നിലയിൽ സക്സസ് ആയിരുന്നു, എന്നാൽ അതിനെ ഇടിച്ച് ഇറങ്ങാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ലൂണ 2 അത് വരുന്നു, അത് സക്സസ്ഫുൾ ആകുന്നു. അവസാനമായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ലൂണ 9 എന്ന് പറയുന്ന മിഷനായിരുന്നു. ആദ്യമായിട്ട് മനുഷ്യനെ ശൂന്യാകാശത്ത് എത്തിച്ചത് സോവിയറ്റ് യൂണിയനായിരുന്നു. സ്പേസിലേക്ക് മനുഷ്യൻ പോകുന്നതും ആ നിലയിൽ മനുഷ്യൻ്റെ ടെക്നോളജി വികസിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ അങ്ങനെയുള്ള വികസനം സാമ്രാജ്യത്വ മോഹത്തോടു കൂടിയാണെന്നുണ്ടെങ്കിൽ ആ മോഹം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ സ്പേസ് റേസ് കൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത കൂടിയാണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള സാധ്യതകളോട് പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യരാശി എന്താണോ ആഗ്രഹിച്ചത്, അതായത് ഭൂമിയിൽ നിന്നും മറ്റ് പല ഗ്രഹങ്ങളിലേക്കും ചേക്കേറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ടെക്നോളജികളെല്ലാം തന്നെ കണ്ടുപിടിച്ചതെങ്കിലും അവസാനം ആ ടെക്നോളജികൾ തന്നെ മനുഷ്യൻ്റെ ഉള്ളിലെ സ്വാർത്ഥതയും സാമ്രാജ്യത്വ മോഹവും കൊണ്ട് തിരിച്ചടിക്കുന്നതായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ളതാണ് വാസ്തവം. മനുഷ്യൻ്റെ ചരിത്രം അതാ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ എന്നൊക്കെ ടെക്നോളജി പരമായിട്ട് ഉയർന്നിട്ടുണ്ടോ അന്നൊക്കെ ആ ടെക്നോളജികൾ മനുഷ്യൻ്റെ പ്രയോജനത്തിന് മാത്രമല്ല ഉപയോഗിച്ചിട്ടുള്ളത്, തിരിച്ച് മനുഷ്യനെ കൊല്ലുന്നതിന് കൂടി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 1-2 ലോകമഹായുദ്ധങ്ങൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക കണ്ടെത്തിയതായിരിക്കുന്ന ആറ്റം ബോംബ് അത് പ്രയോഗിച്ചു എന്നുള്ളതാണ്. ഇന്ന് ആറ്റം ബോംബിൻ്റെ തീവ്രത എന്താണെന്ന് നമുക്കറിയാം. അത് ഒരു രാജ്യവും പ്രയോഗിക്കരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ 1945 അമേരിക്ക ആ കണ്ടുപിടിച്ചതായിരിക്കുന്ന ഏറ്റവും ആധുനികമായി കണ്ടുപിടിച്ചതായിരിക്കുന്ന ആ ബോംബ് പ്രയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്നതായിരിക്കുന്ന പല യുദ്ധക്കോപ്പുകളും അത് ചുമ്മാ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതല്ല, ഒരു നാൾ അവസരം കിട്ടിയാൽ പ്രയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. നോർത്ത് പോള് ആര് പിടിക്കും, സൗത്ത് പോള് ആര് പിടിക്കും, അല്ലെങ്കിൽ ഈ ചന്ദ്രനെ മുഴുവനായിട്ട് ഞങ്ങൾക്ക് വേണം എന്നുള്ള മനസ്സോടുകൂടിയാണ് ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും ഒക്കെ നടക്കുന്നതെങ്കിൽ അത് മനുഷ്യരാശിക്ക് ഗുണമല്ല, ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.